ഹലോ ഹായ് എല്ലാവർക്കും മനു ടോക്സ് ആർസണലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ സ്ഥിരം കുറെ നാളായിട്ട് കാണുന്നില്ല എന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ കുറച്ച് തിരക്കുകളായിട്ട് നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം യെസ്, ഇനി പഴയ പോലെ കുറച്ച് നാൾ ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ ഇനി ഞാൻ അധികം സമയമൊന്നും കളയുന്നില്ല. നമുക്ക് നമ്മുടെ കോ ഹോസ്റ്റ് ദീപക് പ്രഭു, പിന്നെ നമുക്ക് സ്ട്രീമിലേക്ക് ആഡ് ചെയ്യാം. ഹലോ ദീപക് ബ്രോ, നമസ്കാരം. അങ്ങനെ നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചൊരു സ്ട്രീം വന്നു. അതെ. ഒരുപാട് സന്തോഷം. എന്തായാലും അല്ലേ? അതെ. അപ്പം നമുക്ക് എന്താ പറയാ, നമുക്കൊരു ഈ ആഴ്ച പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് ഇല്ല. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഓൾറെഡി റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മാച്ച് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇനിയും നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ഹാം ആണ്. നമുക്ക് ഞാൻ വിചാരിച്ച ഇന്നത്തെ ഒരു എപ്പിസോഡില് നമുക്ക് ചുമ്മാ ഈ കഴിഞ്ഞ കുറച്ച് ആർസണലിനെ ചുറ്റിപ്പറ്റിയുള്ള ന്യൂസും പിന്നെ ഇതുവരെയുള്ള സീസണിന്റെ ഒരു ജസ്റ്റ് ഒന്ന് റൗണ്ട് ഓഫ് ഇതൊന്ന് സംസാരിക്കാന്നൊക്കെ വിചാരിച്ചാണ്. ഓഫ് കോഴ്സ് നമ്മള് വെസ്റ്റ് ഹാം ആർസണൽ കുറിച്ച് സംസാരിക്കും. ബട്ട് യാ, ഡെഫിനറ്റ്ലി ഇതുവരെ നമ്മുടെ ഒരു സീസൺ പോകുന്ന വെച്ചിട്ട് നമുക്കറിയാം ടേബിൾ ടോപ്പിൽ ലിവർപൂൾ ആണ്. 7 points ഗ്യാപ്പിൽ നമ്മൾ നിൽക്കുകയാണ്. അതൊരു വലിയ ഗ്യാപ്പ് തന്നെയാണെന്നൊക്കെ നമുക്കറിയാം. ബട്ട് സ്റ്റിൽ ഇതിന് രണ്ട് നെറേറ്റീവ് ഉണ്ട്. ഇപ്പം രണ്ട് നെറേറ്റീവ് ഫാൻസിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ട്. രണ്ട് നെറേറ്റീവ് ആയിട്ട് ഒരു പക്ഷം പറയുന്നു എന്ന് പറയുന്നത് ഇത് ബോർഡും ആർട്ടറ്റയുടെയും കഴിവുകേടാണ്. ലൈക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വന്നെത്താൻ കാരണം ഈ പറഞ്ഞ ബോർഡും ആർട്ടറ്റയുമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടർ പറയുന്നത്, മറ്റൊരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ആർട്ടറ്റ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഇഞ്ചറി ഉണ്ടായിട്ടും വി ആർ സ്റ്റിൽ ഇൻ ദിസ് പൊസിഷൻ. അതായത് നമ്മൾ ടെക്നിക്കലി ഇപ്പോഴും ഒരു ടൈറ്റിൽ റേസിലാണ്. വി ആർ സ്റ്റിൽ പുട്ടിങ് പ്രഷർ ഓൺ ലിവർപൂൾ എന്നുള്ള ഒരു സിറ്റുവേഷൻ. ഈ 25 മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 53 points ആണുള്ളത്. സോ ബേസിക്കലി അവർ പറയുന്ന ഇത്ര ഇഞ്ചറി ഉണ്ടായിട്ട് പോലും ഈ ഒരു ഗ്യാപ്പ് നമ്മൾ നല്ല രീതിക്ക് നമ്മൾ പെർഫോം ചെയ്തു എന്നാണ് നമ്മൾ ഒരു ഫാൻസിന്റെ ഒരു ഭാഗം. ബ്രോ ഏത് സൈഡിലാണ് ഇതിനകത്ത്? ഞാൻ നടുക്കടലിലാണ് രണ്ടിന്റെയും. കാരണം ഈ ബോർഡിനെയും ആർച്ചറ്റിനെയും കുറ്റം പറയുമ്പം ട്രാൻസ്ഫർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബോർഡിനെ കൂടുതൽ കുറ്റം പറയും. ആർച്ചറ്റിനെ കുറ്റം പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ ബോർഡിനെ കുറ്റം പറയും. അതിനുള്ള വാലിഡ് റീസൺസ്, എന്റെ വാലിഡ് റീസൺസ് ഞാൻ പറയാം. ഒന്ന്, എഡു പോയി. നമുക്കൊരു സ്പോർട്ടിംഗ് ഡയറക്ടറിനെ സൈൻ ചെയ്തില്ല. അത് ആർച്ചറ്റയുടെ കുറ്റമല്ല, ബോർഡിന്റെ കുറ്റമാണ്. പിന്നെ സമ്മറിൽ സൈനിങ്സിൽ ആർച്ചറ്റയ്ക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈവൺ ദോ 60 million സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ബോർഡ് പറഞ്ഞിട്ടും ഹി വോണ്ട്സ് എ സ്ട്രൈക്കർ എന്ന് കുറെ ന്യൂസുകൾ നമ്മൾ കാണുമ്പം ആർച്ചറ്റയ്ക്ക് ഒരു പ്ലെയറിന് അത്യാവശ്യം ഉണ്ടെന്ന് ആർച്ചറ്റ നിർബന്ധമായിട്ട് പിടിച്ചു നിന്നപ്പോഴും ബോർഡ് കൂടെ നിന്നില്ല എന്ന് പറയുമ്പം അവിടെയും ബോർഡിന്റെ കുറ്റമാണ്. മനസ്സിലായി? ആ പ്രൊഫൈല് ചൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം കൊടുത്തില്ല എന്ന് പറയുന്നത് അത് ബോർഡിന്റെ കുറ്റം. സമ്മറിൽ ചിലപ്പോൾ മേ ബി ആർച്ചറ്റയുടെ ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടാവാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയാണെങ്കിൽ സമ്മറിലും ഐ ഡൗട്ട് ആർച്ചറ്റയുടെ മിസ്റ്റേക്സ് ഉണ്ടാവോ ഇല്ലയോ. അത് ഡിഫറെന്റ് മാറ്റർ. നമുക്ക് ഇന്റേണലി കുറെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് നമുക്ക് ആർച്ചറ്റനെ പിടിച്ച് ട്രാൻസ്ഫർ കാര്യങ്ങളിൽ കുറ്റം പറയുന്നതിൽ എനിക്ക് വാലിഡ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ എത്ര നമ്മൾ ആർച്ചറ്റയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്തും there are situations ആർച്ചറ്റ കുറച്ച് ടാക്ടിക്കലി ചേഞ്ചസ് വരുത്താമായിരുന്നു എന്ന് പല പ്രാവശ്യവും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആർച്ചറ്റയുടെ ഒരു മിസ്റ്റേക്ക് എനിക്ക് കണ്ടിട്ടുണ്ട് അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതായത് ഈ പറഞ്ഞ ഒരു നറേറ്റീവിന്റെ ഒരു സബ് നറേറ്റീവ് ആയിട്ട് വരും. അതായത് ആർട്ടറ്റയുടെ കുറ്റം, അതായത് ആർട്ടറ്റയ്ക്കെതിരെ പറയുമ്പോൾ ഉള്ള ഒരു കാര്യത്തിൽ വരുമ്പോഴത്തേക്കും വേറൊരു കാര്യമാണ് ഈ ഒഡെഗാർഡിന്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ഒരു 3 മാസം ഒഡെഗാർഡ് ഇല്ലാത്തൊരു ടൈമില് ആ സമയത്ത് എന്തുകൊണ്ട് ഈതൻ എൻനിയേറിനെ കളിപ്പിച്ചില്ല എന്ന് ഒരു ചോദ്യം ഉണ്ട്. ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്, ഞാൻ ഒരു പൊതുവെ ഉള്ള ഒരു നറേറ്റീവ് പറയുന്നത്. അല്ല, അവിടെയും ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വെന്യേരി എന്നൊരു പ്ലെയറിന് നമുക്ക് ആ പ്ലെയറിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള സാഹചര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈസ് ജസ്റ്റ് 17 year old.
നമ്മള് ഒരു ഒഡേഗാർഡ് എന്നൊരു പ്ലെയറിന്റെ പൊസിഷൻ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വെന്യേരി ഇപ്പൊ പെർഫോം ചെയ്യുന്നത് ഒഡേഗാർഡിന്റെ പൊസിഷനിലല്ല, സാക്കയുടെ പൊസിഷനിലാണ്. അവർ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്ലേ മേക്കർ അല്ല പുള്ളി, ഫുൾ ഓൺ അറ്റാക്കർ ഫോർവേഡ് ലെവലാണ്. അറ്റാക്ക് ചെയ്യുക, നിന്റെ ജോലി അറ്റാക്ക് ചെയ്യുക. പ്ലേ മേക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേ മേക്കിംഗ് ഇപ്പൊ ഒഡേഗാർഡ് ഫുള്ളി സൂപ്പറായിട്ട് കളിക്കുന്നു എന്നല്ല പറയുന്നത്. ഒഡേഗാർഡിന് കൊടുത്തേക്കുന്ന റോള് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസ് റോൾ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ അവിടെ വെന്യേരി വന്നു കഴിഞ്ഞാൽ അവൻ എക്സ്ട്രാ അഡീഷണൽ അതിനകത്ത് ഇൻപുട്ട് കൊടുക്കണം ഗെയിമിൽ. ഡിഫെൻസീവ്ലി ആണോ, പ്രസ് എപ്പോ ലീഡ് ചെയ്യണം, അല്ലെങ്കിൽ അതാണ് ഒഡേഗാർഡ് ചെയ്തോണ്ടിരുന്ന റോൾ. ഈവൺ ഇഫ് ഈസ് നോട്ട് ക്യാപ്റ്റൻ അല്ലെങ്കിലും ആ പ്രസ് ലീഡ് ചെയ്യുന്നതൊക്കെ ആ ഒരു പൊസിഷനിൽ നിന്നാണ് ആർസണൽ ടീമിൽ നിന്ന് പൊക്കോണ്ടിരുന്നത്. അത് വെന്യേരിനെ കൊണ്ട് ആ ഒരു പ്രായത്തിൽ പെട്ടെന്ന് ഒരു ട്രാൻസിഷനിൽ ഒഡേഗാർഡ് ഇല്ലാത്തപ്പം ചെയ്യിപ്പിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സോ അതാണ് ആ ഒരു ഡിഫറൻസ്, മനസ്സിലായി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഇഞ്ചറി സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് പോലും ആ ഇഞ്ചറീനെ നമ്മൾ ഇഞ്ചറീസ് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാണ്ട് ഇവിടം വരെ നിർത്തിയേക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് ക്രെഡിറ്റ് ആർജെറ്റ. നമ്മൾ ആർജെറ്റിന് കുറ്റം പറയുന്ന സമയത്തും ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ബാലൻസ് ചെയ്യണം രണ്ട് രീതിയിലും. അവിടെയാണ് സത്യം പറഞ്ഞത്. സോ ഈ നമ്മൾ കുറ്റം പറയുമ്പം ന്യൂ കാസൽ ഗെയിമിലൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഓൺ ദ ലോങ് റൺ പ്രീമിയർ ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളപ്പം ഇവിടം വരെ നിർത്തിയേക്കുന്നുണ്ടെങ്കിൽ അത് ആർച്ചറ്റയുടെ കഴിവും തന്നെയാണ്. ഇപ്പം ഇതിങ്ങനെ ഒരു നറേറ്റീവ് ഓൾറെഡി നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഞാൻ എടുത്തു പറയാനുള്ളൊരു റീസൺ നമുക്കറിയാം, പൊതുവെ നമുക്കറിയാവുന്ന ഒരു കേസാണ് ഈ പറഞ്ഞ ഗാരി നെവിലും ഇപ്പൊ ദ സോ കോൾഡ് സ്കൈ സ്പോർട്സ് പണ്ഡിറ്റ്സ് എന്ന് പറയുന്ന ഗാരി നെവിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഐ ഹാവ് ഗോട്ട് വെരി ലിറ്റിൽ സിമ്പത്തി ഫോർ മിക്കൽ ആർട്ടറ്റ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ലൈക് നമ്മളെന്തോ പുള്ളിയുടെ സിമ്പതി ചോദിച്ച പോലെയാണ് ഇവരൊക്കെ. ലൈക് ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ഈ സ്കൈ സ്പോർട്സുകാര് പണ്ട് നമ്മൾ കണ്ടിരുന്ന അനാലിസിസ് മാറി വെറും ഒരു ഫാൻ ഡിബേറ്റ് ആയി മാറി. ഒരു ലിവർപൂൾ ഫാനും ഒരു യുണൈറ്റഡ് ഫാനും കൂടി ഇരുന്ന് ഡിബേറ്റ് ചെയ്യുന്ന ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്കൈ സ്പോർട്സും അവരുടെ സോ കോൾഡ് അനാലിസിസും കാര്യങ്ങളും ഒക്കെ. മേ ബി ജെയ്മി കാരഗർ പിന്നെയും കുറച്ചൊക്കെ ടാക്ടിക്കലി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്നെങ്കിലും പറയാം. ഗ്യാരി നെവിലിന്റെ ഒക്കെ ചില ഒപ്പീനിയൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എന്റെ ദൈവമേ ഒന്നും പറയാനില്ല. അല്ല, ഗ്യാരി നെവല് ആസ് എ പ്ലെയർ അടിപൊളിയായിരിക്കാം, ആ കാലത്ത് കളിച്ചിരുന്ന കാലത്ത് നല്ലൊരു പ്ലെയർ ആയിരിക്കും. ആസ് എ കോച്ച് ആസ് എ കോച്ച് പുള്ളിയുടെ പെർഫോമൻസും പുള്ളിയുടെ ലെവൽ ഓഫ് ഔട്ട്പുട്ടും നമ്മൾ കണ്ടായിരുന്നു വലൻസിയയിൽ. ആ ചരിത്രത്തിൽ ഇത്രയും പെട്ടെന്ന് സാക്കായ ഒരു മാനേജർ അങ്ങേരാന്ന് തോന്നുന്നു വലൻസിയയില്, ലാ ലീഗയില്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു പുള്ളി വന്നിട്ട് വേറെ മീൻസ് അതിലും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു സാധനം സ്വന്തം ക്ലബിൽ നടക്കുമ്പം അത് ക്ലീനപ്പ് ചെയ്യാൻ പുള്ളി നോക്കുന്നല്ലാണ്ട് അവിടുത്തെ കുറ്റം തുറന്നടിച്ച് പറയാൻ പറ്റുന്നില്ല പുള്ളിക്ക്. വേറൊരു ക്ലബിന്റെ സ്വന്തം ക്ലബിൽ ഇപ്പം യുണൈറ്റഡ് ടോപ്പിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്രിറ്റിസിസം ഒക്കെ പുള്ളി പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ഇതിലാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ റെലിഗേഷൻ ബാറ്റിലിന്റെ ആ അവസ്ഥയിൽ മൂർജന്യാവസ്ഥയിൽ നിൽക്കുന്ന ആ ക്ലബിന്റെ സാഹചര്യം പറയാണ്ട് ആർച്ചറ്റനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് പ്യുവർ നറേറ്റീവ്. അത് പ്യുവർ നറേറ്റീവ് സിറ്റുവേഷൻ ആണ്, അത്രയും പറയാനുള്ളൂ ഇവിടെ. പിന്നെ കാരഗറിന്റെ കാര്യം, പിന്നെ കാരഗർ സ്റ്റുഡിയോ മാറുന്നതനുസരിച്ചാണ്. മറ്റേ TNT ചാമ്പ്യൻസ് ലീഗിന്റെ കവറേജ് വരുമ്പോഴത്തേക്കും ആള് വേറെ ലെവലാ. ആള് മറ്റേ ഏറ്റവും പ്രൊഫഷണൽ പണ്ഡിറ്റാണ്, ഏറ്റവും ഭയങ്കര ബാലൻസ്ഡ് ഒപ്പീനിയൻ ആയിട്ട് കിട്ടും. സ്കൈ സ്പോർട്സ് വരുമ്പോ പുള്ളി വേറെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ജെയ്മി കാരഗർ. പക്ഷെ പിന്നെ തമ്മിൽ ഭേദം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരഗർ ഈസ് ബെറ്റർ. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരു ബയസിങ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, യുണൈറ്റഡ് ഫാൻസ് പോലും ഇപ്പൊ ഗാരി നെവിലിനെ എല്ലാവരും അല്ല, ബട്ട് ഞാൻ കാണുന്ന കുറച്ച് യുണൈറ്റഡ് ഫാൻസ് ഉണ്ട്. ഇവരൊക്കെ ഈ ഗ്യാരി നെവിലൊക്കെയാണ് സത്യം പറഞ്ഞ ഈ യുണൈറ്റഡിന്റെ, അതായത് ബാക്കി ടീമുകളെ അല്ലെങ്കിൽ ബാക്കി പ്ലേയേഴ്സിനെ മാനേജറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെ അല്ലായിരുന്നു യുണൈറ്റഡിനെ. അതായത് എസ്പെഷ്യലി ഒലെയുള്ള ടൈമില് വളരെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടായിരുന്നു. അന്ന് അത്രയും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് പോലും ഒരു മീഡിയയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും യുണൈറ്റഡിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നത്
ഈ പറഞ്ഞ ഗാരി നെവിലൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ ഇപ്പം ആ ഒരു പേപ്പർ ഓവർ ദ ക്രാക്സ് ചെയ്ത് ഇതിപ്പം ആകെ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. എനിവേ വി ആർ നോട്ട് ഹിയർ ടു ടോക്ക് അബൌട്ട് യുണൈറ്റഡ്. സിമ്പിൾ ഒരു കാര്യം പറയാം. ഈ പറയുന്ന കാരിഗർ ഈ സീസൺ ഒരു ബയസിങ് കാണിക്കുന്നത് ഇറ്റ് ഈസ് ഒബ്വിയസ് ആൻഡ് ക്ലിയർ. ലിവർപൂൾ ടൈറ്റിൽ പോകുന്നുണ്ട്. സോ ആ ഒരു ബയസ് എന്തായാലും ഉണ്ട്. ഈ ഗാരി നെവില് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ ആം പ്രിഫറിങ് ആർസണൽ ടു വിൻ ദിസ് എന്ന് പലതും പറയും. എന്നിട്ട് ഫുള്ള് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ പണ്ഡിറ്റ്സ് കേട്ടിരുന്ന കാര്യമില്ല. സി നമ്മള് നമുക്ക് അവരെ മാറ്റിയിരുന്ന് നമ്മൾ നമ്മുടെ അനാലിസിസ് കേട്ട് നമ്മുടെ ഇത് നോക്കി നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഇരിക്കുക. പലർക്കും പല ഒപ്പീനിയൻസ് ഉണ്ടാവും. അവരുടെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്ക് ഇതൊന്നുമില്ല. അത് ചേർത്ത് പിടിക്കാൻ കുറെ എണ്ണം ഉണ്ടാവും, ചേർത്ത് പിടിക്കാൻ താല്പര്യമില്ലാത്ത കുറെ എണ്ണം ഉണ്ടാവും. സോ ഐ ഡോണ്ട് കെയർ അവരുടെയൊക്കെ അനാലിസിസ്. ഈ പറയുന്ന ഇപ്പൊ ഇയൻ റൈറ്റും അല്ലെങ്കിൽ മാർട്ടിൻ കിയോണും അവരൊക്കെ പറയുന്ന കുറച്ചും കൂടെ നമുക്ക് വേണേ കേൾക്കാം. കാരണം അവര് ക്ലബിനെ അറിയുന്ന ആൾക്കാരാണ്. അവരെനിക്ക് തോന്നുന്നില്ല ഈ ഇപ്പോഴെങ്കിലും ഇപ്പൊ പോലും അവര് നല്ലത് വല്ലപ്പോഴും പറയുന്നത്. മാർട്ടിൻ കിയോണൊക്കെ മറ്റേ കഴിഞ്ഞ സീസണും കൂടെ പറയുമായിരുന്നു ഉനായ് എമറി മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലെജൻസ് ഇതാണ്. അല്ല അതൊക്കെ ഒരു കാരണം എന്താ പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് അവര് ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് അറ്റൻഷൻ കിട്ടാതെ താല്പര്യം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. പ്ലസ് അവർക്ക് ആർസണൽ ട്രോഫി അടിച്ചു കാണണം. വൺസ് ഒരു ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. ലിറ്ററലി ആ ഒരു ട്രോഫിയാണ് പ്രശ്നം. ഒരു ബിഗ് ടൈറ്റിൽ വരണം. എന്ന് വെച്ചാൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയ ഒരു സീസൺ ആയിരുന്നു ഈ ഒരു സീസൺ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് യെസ് വി മെസ്ഡ് അപ്പ് ഇൻ ദ ട്രാൻസ്ഫർ വിൻഡോ, ബട്ട് സ്റ്റിൽ എന്താ പറയാ, വി ആർ സ്റ്റിൽ സംഹൗ കമ്പീറ്റിംഗ്. അതിന്റെ വലിയൊരു റീസൺ എന്ന് പറയുന്നത് സിറ്റിയുടെ ഒരു ഡ്രോപ്പ് ഉണ്ട്. സിറ്റിയുടെ ആ ഒരു ഡ്രോപ്പ് ഉള്ളതും കൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് പോകുന്നത്. അല്ലാതെ സിറ്റിയും ഇതിന്റെ മിക്സിൽ വന്നിരുന്നതാണ് ലൈക്ക് ലിവർപൂൾ സിറ്റി ടൈറ്റിൽ റേസ് എന്നുള്ള രീതിയിൽ മാറിയത്. ഇപ്പം സിറ്റി ഡ്രോപ്പായി സെക്കൻഡിൽ ആണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് മാത്രമാണ് സത്യം പറയുന്നത്. ബട്ട് സ്റ്റിൽ 15 ഗെയിംസ് ടു ഗോ. അതിനോ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ആസ് ഫാൻസ് നമുക്ക് വിശ്വസിക്കാന്നുള്ളൂ. നമ്മൾ ഫുട്ബോൾ കാണുന്നതിന്റെ റീസൺ വെച്ചിട്ട് മാത്രം നമുക്ക് ടീമിൽ ബിലീവ് ചെയ്യാം. അല്ലാണ്ട് ഒരു എവിഡൻസ് ആയിട്ട് നമുക്കൊന്നും പറയാനില്ല ടീമിനെ എന്തുകൊണ്ട് ആർസണൽ ജയിക്കും എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇറ്റ്സ് ഓൾ എന്ത് സംഭവിക്കാം, ലിവർപൂളിനാണെങ്കിൽ സംഭവിക്കാം. അതെ, ഇപ്പൊ ഈ സത്യം പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് ഇപ്പൊ കയ്യിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സാക്ക, മാർട്ടിനെല്ലി, ഇവരൊക്കെ ഹാവേർട്സ് എല്ലാരും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ കോൺവെർസേഷനെ വേറെ രീതി കൊണ്ടുപോകാൻ 7 പോയിന്റ്സ് ഉള്ളൂ. കാരണം കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാലും ഈ 7 പോയിന്റ്സ് ഡിഫറൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു സിറ്റി ആർസണലും തമ്മിൽ. അതിന് മുന്നത്തെ സീസണാണല്ലോ ഈ പോയിന്റ് ടൈപ്പ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. അപ്പോഴും ഈ എല്ലാരും പറയുന്നത് സിറ്റി ഹാസ് എ ചാൻസ് ബിക്കോസ് സിറ്റിയുടെ ആ ഒരു ലോങ് റൺ എപ്പോഴും പറയുന്നത് ഈ ലാസ്റ്റ് 15 ഗെയിംസ് ലാസ്റ്റ് 10 ഗെയിംസ് ആണ് ടൈറ്റിൽ ഡിസൈഡിങ് ഗെയിംസ്. അതങ്ങനെയാണ്. ഒരു ലാസ്റ്റ് 10 ഗെയിംസ് 8 ഗെയിംസിലൊക്കെ 9 പോയിന്റ് ലീഡ് ആണെങ്കിൽ then yes maybe it's ഒരു നമുക്ക് പറയാം. ഈ ഒരു കേസിൽ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആകുന്നതിന്റെ മെയിൻ റീസൺ നമ്മുടെ കയ്യിൽ പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. സോ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വി ഹാവ് ഫൗണ്ട് എ സ്ട്രൈക്കർ ഇൻ മിക്കൽ മെറീനോ എന്നുള്ള രീതിയിലുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും മോശം അവസ്ഥയാണ്. പക്ഷെ ഈ ലാക്ക് ഓഫ് പ്ലാനിങ് ബൈ ദ ബോർഡ് ആൻഡ് മാനേജ്മെന്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഈ സീസൺ. കാരണം ഇൻ ദ ബാക്ക് ഓഫ് കഴിഞ്ഞ വിൻഡോയില് നമ്മൾ ഡെക്ലൻ റൈസിനെ 100 മില്യൺ കൊടുത്ത് വാങ്ങിച്ചപ്പോഴത്തേക്കും ഇന്ന് ചോക്കെ ദർ ഈസ് അംബിഷൻ അല്ലേ. ഒരു അംബിഷൻ ഇല്ലാണ്ട് ഇവർ ഇത്രയും പ്രൈസ് മുടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ സീസൺ ദേ ഷുഡ് ഹാവ് ഇൻവെസ്റ്റഡ് മോർ ഓൺ എ സ്ട്രൈക്കർ. ഒബ്വിയസ് ഇഷ്യൂ എവിടെയാണെന്ന് അറിയാന്നിട്ടും ദെൻ അഗെയിൻ ആ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറയാം, കഴിഞ്ഞ ലെസ്റ്റർ ഗെയിം കണ്ടായിരുന്നോ? How was the number 9 performance? നമ്പർ 9 പെർഫോമൻസ് ഞാൻ കഴിഞ്ഞ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഒരു 69 മിനിറ്റ് ഡിസാസ്റ്റർ ക്ലാസ്സും 22 മിനിറ്റ്സ് മാസ്റ്റർ ക്ലാസ്സും. ആ മാസ്റ്റർ ക്ലാസ് എന്ന് പറയാൻ ഞാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, മെറീനോടെ 2 ഗോളിനുള്ള പൊസിഷനിങ്.
പിന്നെ അങ്ങനത്തെ ടൈപ്പ് ക്രോസ് വീണ് കറക്റ്റ് ക്ലിനിക്കലായിട്ട് ഷൂട്ട് ചെയ്യുകയും ഈ പറയുന്ന ഔട്ട്സൈഡ് ദ ബോക്സ് ലോങ് ക്രോസ് ഒക്കെ ഇട്ട് ഇങ്ങനത്തെ വൺ ടച്ച് പോലും എടുത്തിട്ടില്ല, ഫസ്റ്റ് ടച്ചിൽ ഫിനിഷ് ചെയ്യുന്ന ആ ഒരു സാഹചര്യമൊക്കെ ആർസണലിലെ ഗോൾ നിരകളിൽ നമ്മൾ കണ്ടിട്ട് കുറെ നാളായി. ഇങ്ങനത്തെ ഒരു സെക്കൻഡ് ഗോള്, ആ സെക്കൻഡ് ഗോള് ഞാൻ ഈ സീസണില് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം അതൊരു പ്രോപ്പർ 9 ഗോളാണ്. 9 ഒരു സ്ട്രൈക്കർ അടിക്കുന്ന ഒരു ഗോളാണ് അതെ. അത്. ആദ്യത്തെ ഗോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അതൊരു മിഡ്ഫീൽഡർ ആണ്, അത്യാവശ്യം കോർണർ ഓൾറെഡി നമുക്കറിയാം മെറീനോ ഹെഡറി ഒക്കെ ചെയ്യുന്ന ആ സ്പെയിന്റെ ഫൈനൽ സെമി ഫൈനൽ ജർമ്മനി ആയിട്ടുള്ള ഒരു ഗോളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ എന്താ പറയാ ക്ലീൻ ആണ്. എയറിലൊക്കെ നല്ല ജമ്പ് ചെയ്യും, ഹെഡിങ് പവർ ഒക്കെ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഗോളില് പുള്ളി ഫിനിഷ് ചെയ്തത് അതെനിക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു കളി കണ്ടിട്ട് നമ്മള് Yeah, മെറീനോ definitely. ഇസ് സൊല്യൂഷൻ എന്ന് പറയാനും നമുക്ക് പക്ഷെ പറ്റില്ല. വേറെ ആരും ഇല്ല. അല്ല അങ്ങനല്ല, 3 ഒരു കാര്യം മാസത്തേക്ക് പുള്ളീനെ വെച്ച് ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഇല്ല. ഒരു കാര്യം മനസ്സിലായത്, അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായത് സ്റ്റെർലിങ്ങിന്റെ ലെഗ്സ് തീർന്നു. അതെ. സ്റ്റെർലിങ്ങിനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി. കാരണം അവരുടെ റൈറ്റ് ബാക്ക് ടാർഗറ്റ് പോലും ചെയ്യുന്നില്ല. കൊടുത്തോ, സ്റ്റെർലിംഗ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. വിച്ച് വാസ് വെരി എന്താ പറയാ, ഒരു നമ്മള് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യൂല, അറ്റ്ലീസ്റ്റ് സംതിങ് എക്സ്പെക്ട് ചെയ്യും സ്റ്റെർലിംഗ്. പക്ഷെ അത് ആ കളി ഭയങ്കര ഡിസപ്പോയിന്റ് ചെയ്തു. പക്ഷെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്ന ഇതേ ഉള്ളൂ, ഈ 69 മിനിറ്റ് പോയിട്ട് 85 മിനിറ്റ് പോലും ഞാൻ ഈ സ്റ്റെർലിങ്ങിന്റെ ഇങ്ങനത്തെ പെർഫോമൻസോ അല്ല ടീം ഇങ്ങനെ കളിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ ആസ് ലോങ് ആസ് 1-0 ടു ദ ആർസണൽ ആയി കഴിഞ്ഞാലും ഒരു ഗോൾ അടിച്ച് നമ്മൾ കളി ജയിച്ചാലും അത് ഒറ്റ മിനിറ്റിൽ തീർത്തു കഴിഞ്ഞാലും ആ ഒരു ഒറ്റ മിനിറ്റ് മാജിക് മാത്രം ഞാൻ ഇപ്പൊ ഈ സീസണിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും പ്ലെയേഴ്സിന്റെ മിസ്സിങ്ങും നമുക്ക് സ്ട്രൈക്കർ ഇല്ലായ്മയും എല്ലാം കൂടെ നോക്കുമ്പോൾ ആ ഒരു ഗോൾ അടിക്കുക, ബാക്കി 90 മിനിറ്റിൽ 89 മിനിറ്റ് ഞാൻ ഇങ്ങനെ മറ്റേ നെഞ്ചത്ത് കൈ വെച്ചോണ്ടിരുന്ന് മറ്റേ തലയില് കൈയും വെച്ചോണ്ടിരിക്കും. യെസ് ഡെഫിനറ്റ്ലി. ബട്ട് യാ പറഞ്ഞ പോലെ ഇനിയിപ്പം എന്നെ സംബന്ധിച്ച് പുഷ് ചെയ്യുക, ഒരു ഈസി റണ്ണ് ലിവർപൂളിന് കൊടുക്കാണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ട്രൈ ജസ്റ്റ് അതൊന്ന് പുഷ് ചെയ്യുക. യാ ഡെഫിനറ്റ്ലി ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു വിദൂര സ്വപ്നമാണ്. ഇപ്പം ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ചാമ്പ്യൻസ് ലീഗ് നമ്മൾ ഇപ്പം റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയി. ഹോപ്പ്ഫുള്ളി നമുക്കൊരു ഡീപ്പ് റൺ പോവാം എന്നുള്ളതൊക്കെയാണ് പ്രതീക്ഷ. ബട്ട് ബ്രോയ്ക്ക് എന്താ തോന്നുന്നത്, നമ്മള് എത്ര ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യത്തിൽ ഞാനിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കളികൾ വെച്ചിട്ട് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ പെർഫോമൻസിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. പെർഫോമൻസിനെ കാട്ടും ആ ഒരു ഇമോഷൻലെസ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ വെച്ച് കളിക്കുക. ഞാൻ അടിച്ചില്ലെങ്കിൽ അവന്മാരെ കൊണ്ട് അടിപ്പിക്കില്ല എന്നൊരു ലെവലിൽ കളിക്കുക. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ കഴിഞ്ഞ ദിവസം മറ്റേ സിറ്റി റയൽ മാഡ്രിഡ് കളിയാണായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഗെയിം സിറ്റിക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, റയലിന് ഫസ്റ്റ് ഹാഫിൽ കുറെ ചാൻസ്, പിന്നെ ഒരു ബാലൻസിലായിരുന്നു. ഒരു ടൈമിൽ അവർക്ക് ഒരു ടൈമിൽ ഇവർക്ക് എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഈ പറയുന്ന ലോ ബ്ലോക്ക് ഒന്നും ചാമ്പ്യൻസ് ലീഗിലെ ടീംസ് ഇടില്ല നമുക്ക്. പിന്നെ നമുക്കെതിരെയുള്ള ടാക്ടിക്സ് ആയിട്ട് ചില ടീംസ് ഇട്ടാലായി, അല്ലാണ്ട് മോസ്റ്റ് ടീംസ് അവര് ഗോൾ സ്കോർ ചെയ്യാൻ നോക്കും, നമ്മൾ കൺസീഡ് ചെയ്യാണ്ട് നോക്കുക എന്നുള്ള രീതിയിൽ. മോസ്റ്റ്ലി എനിക്ക് ആഗ്രഹം ആർസണൽ ഒരു സെമി ഫൈനലെങ്കിലും അറ്റ്ലീസ്റ്റ് എത്തിക്കണം ഇൻ ദിസ് സീസൺ. എന്ന് പറഞ്ഞാൽ എത്തും എന്ന് ഉറപ്പോ എന്നല്ല പറയണേ, എത്തിക്കണം അറ്റ്ലീസ്റ്റ് ഒരു ഫൈറ്റ് കാണിക്കുക. കാരണം നമുക്കിപ്പോ ഐദർ AC മിലാൻ അല്ലെങ്കിൽ യുവന്റസ് ആയിരിക്കും നമുക്ക് റൗണ്ട് ഓഫ് 16 കിട്ടുക. ക്വാർട്ടറിൽ ഐദർ വൺ ഓഫ് റയലോ സിറ്റിയോ അങ്ങനത്തെ എന്തെങ്കിലും ടീമായിരിക്കും. ആക്ച്വലി ലൈവ് ഇന്ന് നടക്കണം. AC മിലാൻ ഫെയ്നൂർഡിന്റെ ഒരു മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഗ്രിഗേറ്റില് 1-1 ആണ്. നെവർ നോ, ചിലപ്പോ ഫെയ്നൂർഡ് ആവാം, ചിലപ്പോ യുവന്റസ്. പിന്നെ അതും ഡ്രോ ആണല്ലോ. അതെ അതൊരു ഡ്രോ ഉണ്ട്. സോ ലൈക് പോസിബിലിറ്റി അങ്ങനെയാണല്ലോ. യുവന്റസ്, ഫെയ്നൂർഡ്, AC മിലാൻ, പിന്നെ യുവന്റസ് ആയിട്ട് കളിക്കുന്ന ഏതൊരു ടീം, സെവിയ
ബെൻഫിക്ക എന്നാണ്. ഓക്കെ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ എനിവേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഞ്ചറി കാര്യങ്ങളിലേക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണെങ്കിൽ നമുക്ക് വളരെ മോശം ഇഞ്ചറി റെക്കോർഡായിരുന്നു ഈ സീസൺ. കഴിഞ്ഞ സീസണിന്റെ കിട്ടാത്ത ഇഞ്ചറി എല്ലാം ഈ സീസൺ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട്. സാക്ക, മാർട്ടിനെല്ലി, ഹാവേർട്സും പോയി, ജെസൂസ് പോയി. സോ ഒരു ഡിസാസ്റ്റർ സീസൺ ആയിരുന്നു ശരിക്കും. ആ ഒരു ഡിസാസ്റ്റർ സീസണിലും നമ്മൾ ഒരു സെക്കൻഡ് ഫിനിഷ് ചെയ്യാൻ പറ്റിയാൽ എന്താ പറയാ, ഇറ്റ്സ് നോട്ട് എ ബാഡ് ജോബ് അല്ലേ. പക്ഷെ ഇപ്പൊ ആ രീതിയിൽ നമ്മൾ ഇരുന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ ടീം അങ്ങനെ ചിന്തിക്കില്ല. മാനേജറും പ്ലേയേഴ്സ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഡെഫിനറ്റ്ലി യു ആർ സ്റ്റിൽ ഇൻ 2 കോമ്പറ്റീഷൻസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇപ്പൊ ഈ പറയുന്ന ലിവർപൂളിന് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ തന്നെ ഗിവ് ഇറ്റ് എ പുഷ്. പറ്റുന്നത്രയും പോവാ. ലൈക്ക് മേ ബി ഒരു ഡ്രോപ്പ് വന്നാൽ എന്താണ് പറയാൻ പറ്റില്ലല്ലോ. സോ അത് കാരണം ഗിവ് ഇറ്റ് എ പുഷ് ടിൽ യു ക്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാളെ ലിവർപൂൾ കളിക്കുന്നുണ്ട്, വീക്കെൻഡ് അവര് കളിക്കുന്നുണ്ട്. സോ നമുക്കൊരു ഗെയിം ഇൻ ഹാൻഡ് സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പം. പക്ഷെ അത് ബെനിഫിഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എവറി ടൈം പോയിന്റ്സ് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ ഗെയിം ഇൻ ഹാൻഡോ അങ്ങനെ ഒരു സിറ്റുവേഷൻ. കാരണം അവർക്കൊരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ടായിട്ട് അവർ 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്ത ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടായിരുന്നു ഓൾറെഡി. സോ ആ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇറ്റ് ഈസ് അപ്പർ ഹാൻഡ് ഫോർ ലിവർപൂൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ് ഈസ് ലിവർപൂൾസ് ടൈറ്റിൽ ടു ലൂസ് എന്നുള്ള സീനാണ്. ബട്ട് നമ്മൾ പുഷ് കൊടുക്കുക, നല്ല രീതിക്ക് പുഷ് കൊടുക്കുക എത്രത്തോളം പറ്റുമെന്ന്. കാരണം ഇനിയിപ്പോ മാർച്ച് ഒക്കെ ആവുമ്പം ഗെയിംസിന്റെ മേളം, ചാമ്പ്യൻസ് ലീഗിന്റെ എല്ലാത്തിന്റെയും ഭയങ്കര ഒരു തിക്കും തിരക്കും ആവുമ്പം എന്താവും എന്ന് നമുക്ക് നോക്കാം. യെസ്, ഡെഫിനറ്റ്ലി. ആൻഡ് അത് പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ പുതിയൊരു എന്താ പറയാ, ഓരോ കളി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും PGMOLന്റെ പുതിയ റൂൾസിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് ഒരു ഡിസിഷൻ ആ റെഫറി തെറ്റായ ഡിസിഷൻ ആണെന്ന് പിന്നീട് കണ്ടുപിടിച്ച് അതിന്റെ ആ പ്ലെയറിന് റെഡ് കാർഡ് തെറ്റായ രീതിയിലാണ് റെഡ് കാർഡ് കൊടുത്തത്, അതുകൊണ്ട് ആ റെഡ് കാർഡ് പിൻവലിച്ചു. അതാണ് സ്റ്റോറി. പക്ഷെ പ്ലെയേഴ്സ് ചുറ്റിനും കൂടി പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ക്ലബിന് ഫൈൻ ചെയ്തിരിക്കുകയാണ് 65,000 പൗണ്ട്. 65,000 സംതിങ്. ഞാൻ ആലോചിക്കുക, എന്റെ പൊന്നോ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇവര് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടീമിന് ഇത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നടക്കുന്നുണ്ടായിരിക്കും, പബ്ലിക് വരാത്തതാണ്, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ നമ്മുടെ ടീമിനെ മാത്രമേ കാണുന്നുള്ളൂ ഇങ്ങനെയൊക്കെ പുതിയ ഓരോരോ രീതിയിൽ. എത്ര പ്ലേയേഴ്സ് ചുറ്റിക്കൂടി നിൽക്കുന്ന സീനുകൾ പലതും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഫൈനായിട്ട് പബ്ലിക്കലി ഫൈനായിട്ട് കൊടുക്കുന്നത് കുറവാണ്. ഞാൻ കണ്ടിട്ടുള്ളത് വളരെ കുറവാണ്. അത് അല്ല, അതിപ്പോ തുടങ്ങിയൊരു പരിപാടിയാണ്, എനിക്ക് മനസ്സിലാവും. പക്ഷെ ലോജിക്കലി അതായത് തെറ്റായ ഒരു ഡിസിഷൻ ആയിരുന്നു എന്ന് കൺഫേം ആയിട്ട് പോലും എനിക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ച് പണി തരട്ടം എന്നുള്ള രീതിയിലായിപ്പോയത്. ഏതെങ്കിലും ഒരു രീതിയിൽ വന്നാറിയില്ല. ഞാൻ എന്ത് തെറ്റാണെന്ന് നീ മിണ്ടരുത്. പക്ഷെ നീ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പിന്നെയും നിന്റെ ഫൈൻ വാങ്ങും. എന്റെ തെറ്റാണ്. പക്ഷെ എന്റെ തെറ്റാണ്. പക്ഷെ പറഞ്ഞ പോലെയാണ് അത്. ഇങ്ങനെയാണ് ഇത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞപ്പോഴാണ് വാറിന്റെ ഒരു വിആർ എറേഴ്സ് ഇല്ലാണ്ടിരുന്നെങ്കിൽ പ്രീമിയർ ലീഗ് ടേബിൾ എങ്ങനെ ഉണ്ടാവേനെ എന്നുള്ള ഒരു ടേബിൾ വന്നത്. വിആർ ഇല്ലായിരുന്നെങ്കിൽ ലിവർപൂൾ ഇന്ന് 55 പോയിന്റും ആർസണൽ 53 പോയിന്റിലോ സംതിങ് നിൽക്കണം. അങ്ങനെ എന്തോ ഒരു 2 പോയിന്റ് ഡിഫറൻസ് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അതായത് കറക്റ്റ് ആയിട്ടായിരുന്നു ഡിസിഷൻസ് പോയിരുന്നതെങ്കിൽ എന്ന് പറഞ്ഞൊരു ഡേറ്റ കണ്ടു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതില് പറഞ്ഞ് വിശ്വസിച്ചെന്നും പറഞ്ഞ് നമുക്ക് ടൈറ്റിൽ ആവാനോ നമുക്ക് ആ പോയിന്റ്സ് ടേബിൾ മാറാനോ ഒന്നും പോണില്ലല്ലോടാ. സോ ദാറ്റ് ഈസ് നോട്ട് എന്താ ലോജിക്കൽ. നമുക്കിങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ എന്തേലും ഒരു കാരണം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് നിൽക്കാന്നല്ലാണ്ട് ഇറ്റ് ഈസ് നോട്ട് വർത്ത്. പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഈ പറയുന്ന അവര് ചെയ്യാൻ പോണ മിസ്റ്റേക്സ് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഈ പറയുന്ന FA കപ്പിൽ അവര് സെമി ഓട്ടോമേറ്റഡ് പ്രോസസ്സ് കൊണ്ടുവരാൻ നോക്കുന്നു എന്ന് പറയാം. ഇത് നേരത്തെ കൊണ്ടുവരേണ്ട സാധനമായിരുന്നു. ഇതിപ്പോ
ചിന്തിക്കുന്നു. അത് ഇനി അത് അവർ അപ്രൂവ് ചെയ്യുവോ അടുത്ത സീസൺ എന്ന് ആലോചിച്ചേ പറ്റൂ. അല്ല, അത് ഈ സീസൺ കൊണ്ടുവരുമെന്നാണ് ഇപ്പൊ കേട്ടത്. ഏതോ റൗണ്ട് ഔട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. അല്ല, അതാണ് അവരുടെ ടെസ്റ്റ് റൺ FA കപ്പിലാ, സെമി ഓട്ടോമാറ്റിക്. ഇതിനകത്ത് ടെസ്റ്റ് റൺ എന്ന് എനിക്ക് മനസ്സിലാത്ത എന്താ കാരണം, വളരെ പ്രാക്ടിക്കൽ ആയിട്ട് 2022 വേൾഡ് കപ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു പ്രോസസ് ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് കാണുന്നുണ്ടല്ലോ. അത് ചാമ്പ്യൻസ് ലീഗിലുണ്ട്, എനിക്ക് തോന്നുന്നു യൂറോപ്പ ലീഗിൽ, ഈ യുഎഫ കോമ്പറ്റീഷൻസിൽ എല്ലാത്തിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് എന്ന് സ്വയം പറയുന്ന ലീഗിന് ഈ പറഞ്ഞ ബെസ്റ്റ് ടെക്നോളജി ഇല്ല, ബെസ്റ്റ് റെഫറീസും ഇല്ല, ആകെ ഒരു അവിയല് വരുവാണ് സത്യം പറഞ്ഞ പ്രീമിയർ ലീഗിന്റെ അവസ്ഥ. ബട്ട് എനിവേ, അതിൽ നമുക്ക് കുറ്റം കംപ്ലൈന്റ് പറഞ്ഞിരിക്കാന്നേ ഉള്ളൂ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ പ്ലേയേഴ്സ് കളിക്കണം, മാനേജർ ഡിസിഷൻ എടുക്കണം, ടൈറ്റിൽ അടിക്കണം. പക്ഷെ സാഹചര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പോ അപ്പൊ ഇനിയും വെസ്റ്റ് ഹാം ആയിട്ടുള്ള ഒരു മാച്ച് വരുന്നുണ്ട് ഹോമില്. ഈ വീക്കെൻഡ് മാച്ചാണ് വരാൻ പോകുന്നത്. നമ്മള് അവേ മാച്ച് ഇതിനും കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നു. 5-2 നമ്മൾ ജയിച്ചു. ആൻഡ് ഇപ്രാവശ്യം ഹോമിലാണ്. ലൂക്കസ് പക്കറ്റ് ഇഞ്ചേർഡ് ആണെന്ന് ന്യൂസ് വന്നു. എന്താണ് ആ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, ആ ഒരു മാച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈസി. ഞാൻ മറ്റേ വിൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ക്ലിനിക്കൽ വിൻ ആണെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നു. ഇനിയുള്ള എല്ലാ കളികളും അത് അൺലെസ് ആൻഡ് അൺടിൽ സാക്ക മാർട്ടിനിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നവരെ മറ്റേ 89 മിനിറ്റ് നമ്മൾ മറ്റേ നെഞ്ചത്ത് കഴിച്ചിരിക്കുക, ഏതെങ്കിലും ഒരു ഗോൾ അടിക്കുക, 1-0 അല്ലെങ്കിൽ 2-1 വിക്ടറിയിൽ ജയിക്കുക എന്നൊരു അവസ്ഥ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ കളിയിൽ. നമ്മള് ഫസ്റ്റേ ഗോൾ അടിച്ച് ഈ പ്രതീക്ഷിച്ചിരിക്കും അല്ല, ഗെയിം ഒന്ന് കൺട്രോൾ ചെയ്യും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. ഗെയിം കൺട്രോൾ ചെയ്യും, പക്ഷെ ക്ലിനിക്കലി നമ്മൾ സ്കോർ ചെയ്യുവോ അല്ല അവരുടെ ഹാഫിൽ പോയി എന്തേലും അറ്റാക്കിംഗ് ഫ്രണ്ടിൽ എന്തേലും ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അത് ഏതെങ്കിലും ഇങ്ങനത്തെ ക്ലിനിക്കലായിട്ട് മാജിക് ആയിട്ട് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഈ മാജിക്കൽ വണ്ടർ പോലെ മിക്കൽ മെറീനോടെ സ്ട്രൈക്കർ റോളിലെ ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ കളിയിലെ ആ പെർഫോമൻസ് കിട്ടിയാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ഹാഫിൽ ഇറക്കുക, കിട്ടിയ പിന്നെ സ്റ്റെർലിങ്ങിന്റെ അപരാധം കാണുക, പിന്നെ സെക്കൻഡ് ഹാഫിൽ റെസ്റ്റ് കൊടുത്തിട്ട്, ഇതൊക്കെ പ്രതീക്ഷിക്കാനുള്ളൂ സത്യം പറഞ്ഞ. ആൾക്കാരില്ലല്ലോ. അപ്പം എനിക്ക് വേറൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. സ്റ്റെർലിംഗ് ഇപ്പൊ ചെയ്യുന്നതിന്റെ ഒരു പകുതി നല്ല ഒരു ഹാഫ് സൈഡ് നല്ലതായി കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടെ ഒരു ബൂസ്റ്റ് കിട്ടും സത്യം പറഞ്ഞ. പക്ഷെ ഇല്ല, അത് എക്സ്പെക്റ്റഡ് അല്ല, കിട്ടൂല. പിന്നെ ഈ മിക്കൽ മെറീനോടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ കളിയിൽ കാണിച്ച സെയിം പെർഫോമൻസ് ഒരു ഹാഫിൽ കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടുക, ഗോൾ സ്കോർ ചെയ്യുക, അതാണ് എക്സ്പെക്ടേഷൻ. എനിവേ ലെറ്റ്സ് സീ. ഞാനും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിന്ന് തന്നെയാണ്. അത് കുറഞ്ഞ് ഇനിയിപ്പം നമുക്ക് ഇനിയിപ്പോ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇനിയിപ്പോ ലിവർപൂൾ 2 കളി ഡ്രോപ്പ് ചെയ്താൽ പോലും നമ്മൾ ആ 2 കളി ക്യാപിറ്റലൈസ് ചെയ്യൂല എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോ ഡെഫിനറ്റ്ലി ഈ സീസൺ അങ്ങനത്തെ ഇനി അങ്ങോട്ട് നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരു ഹോപ്പ് നമ്മൾ എപ്പോഴും ചെയ്യും. പക്ഷെ അതിനർത്ഥം നമ്മള് ക്യാപിറ്റലൈസ് ചെയ്യുന്നൊന്നും നമുക്ക് ആസ് എ ഫാൻസ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. സോ ലെറ്റ്സ് സീ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. കപ്പ് കോമ്പറ്റീഷൻ, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, മാക്സിമം ഡീപ്പായിട്ട് പോകാൻ ശ്രമിക്കുക. ആൻഡ് ലെറ്റ്സ് ഗോ ഫോർ നല്ല സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക സമ്മറിൽ. ആൻഡ് ലെറ്റ്സ് ഗോ അഗെയിൻ നെക്സ്റ്റ് സീസണിനെ ഇപ്പൊ പറയുള്ളൂ. ബട്ട് ഹോപ്പ്ഫുള്ളി എന്താ പറയാ, കളി നമ്മൾ ഫുൾ ഹോപ്പ് വിട്ടിട്ടില്ല. അങ്ങനെ ഒരു നൂൽ പാലത്തിൽ കൂടെ എങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. മറ്റേ അവസ്ഥ എന്താ, ഹോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോള് വാങ്ങിച്ചു കൂട്ടാം, എക്സ്പെക്ടേഷൻ വെച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ അങ്ങനത്തെ ഒരു. പക്ഷെ ആസ് എൻ ആർസണൽ ഫാൻ നമ്മൾ അറ്റ് ദ എൻഡ് ഈ മാത്തമാറ്റിക്കലി പറ്റും എന്നുള്ളത് അതുവരെ പ്രതീക്ഷ. അതിപ്പം ട്രോള് വാങ്ങിച്ചു കൂട്ടിയാലും കുഴപ്പമില്ല, പ്രതീക്ഷ വെക്കും എന്നുള്ള സീനാണ്. അതിപ്പോ കുറെ പറഞ്ഞാൽ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള കുറെ ഇപ്പം ഫാൻസ് ഉണ്ട്. അവരുടെ കാര്യം അവർക്കേ പ്രശ്നമുള്ളൂ. ലൈക്ക് അവരത്ര ഇൻസെക്യൂർ ആവുന്നോണ്ടാണല്ലോ അവർക്ക് ഈ പറയുന്ന ട്രോളും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. യെസ്, അപ്പം നമുക്കപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. യെസ്, അപ്പൊ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വെസ്റ്റ് ഹാം മാച്ച് കഴിഞ്ഞ് തീർച്ചയായിട്ടും വരാം. അതിന് മുമ്പ് ഇനി ഒരു വീഡിയോ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. എന്തെങ്കിലും ഒരു
കണ്ടന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. ആൻഡ് യെസ്, താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിൻ ദ സ്ട്രീം. അപ്പൊ നമുക്ക് ഇനിയും വീണ്ടും കാണാം. അപ്പം ഇനിയും കാണുന്നവരെ എന്താ പറയാ COYG അല്ലെ, കമോൺ യു കണ്ണർ. അപ്പോ യെസ്, അപ്പം താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ടുഡേസ് എപ്പിസോഡ്. അപ്പൊ ഇനി നമുക്ക് ഇനി കാണുന്നവരെ COYG.